ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഇന്ത്യ മുന്നണി യോഗം പൂർത്തിയായി. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി വിളിച്ചു ചേർത്ത നിർണായക യോഗം പൂർത്തിയായി. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ നടന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ 4 പേരുകൾ മുൻപിൽ വന്നു. സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നാകാനാണ് സാധ്യത. ISRO ശാസ്ത്രജ്ഞനായിരുന്ന M. അണ്ണാദുരൈയുടെ പേരടക്കം ചർച്ചയിൽ വന്നു. അതിൽ അണ്ണാദുരൈയുടെ പേര് ഭൂരിഭാഗം പേരും പിന്തുണച്ചതായാണ് വിവരം. കൂടിയാലോചനകൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. യോഗത്തിൽ പങ്കെടുക്കാത്ത പാർട്ടികളുടെ നേതാക്കളുമായി ഖാർഗെ ഫോണിൽ സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തുക. NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇനി ഉറ്റുനോക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആര് എന്നാണ്. നാളെ രാവിലെയോടെ അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കും. അതേസമയം NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. RSS താൽപര്യം കൂടി മുൻനിർത്തിയായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായതിനാൽ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക സമവാക്യം കൂടി ഉറപ്പുവരുത്തിയാണ് BJPയുടെ നീക്കം ഉണ്ടായത്. ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച് ഇന്ത്യ സഖ്യം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയുമായി ഇന്ത്യ സഖ്യം. മറുപടിക്ക് പകരം രാഷ്ട്രീയ പാർട്ടികളോട് ചോദ്യം ചോദിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്തത്. ഓഗസ്റ്റ് 14 സുപ്രീംകോടതി ഉത്തരവ് സംബന്ധിച്ച് വിശദീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തയ്യാറായില്ല. വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും ഇന്ത്യ സഖ്യ പാർട്ടികളുടെ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗൌരവ് ഗൊഗോയ്, മഹുവ മൊയ്ത്ര, ജോൺ ബ്രിട്ടാസ് MP, രാം ഗോപാൽ യാദവ്, സഞ്ജയ് സിംഗ് തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. VC നിയമനം. സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ ഉത്തരവിട്ട് സുപ്രീംകോടതി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയെ നിയമിച്ച സുപ്രീംകോടതി 2 ആഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് നിർദ്ദേശം. സർക്കാരും ചാൻസലറും സെർച്ച് കമ്മിറ്റിയിലേക്ക് പേരുകൾ കൈമാറി. ഗവർണർ നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ VC നിയമനത്തിൽ നിർണായകമാകും. 2 സർവകലാശാലകൾക്കും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 1 മാസത്തിനുള്ളിൽ നടപടികളിൽ പുരോഗതി അറിയിക്കണമെന്നും വ്യക്തമാക്കി. വേഫറർ ഫിലിംസിന്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്ത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാം ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്ത്. ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന കല്യാണി പ്രിയദർശൻ, നസ്ലിൻ തുടങ്ങിയവരുടെയും സാൻഡി, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ എന്നിവരുടെയും ക്യാരക്ടർ പോസ്റ്ററുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ലോക രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. ലോക എന്നു പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര. സൂപ്പർ ഹീറോ ആയ ചന്ദ്ര എന്നു പേരുള്ള കഥാപാത്രമായാണ് കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്നത്. സണ്ണി എന്നാണ് നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 2 ദിവസം കൂടി കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മധ്യ കേരളത്തിൽ 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം 12 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും. അതേസമയം ഇടുക്കി, മൂന്നാറിൽ മണ്ണിടിഞ്ഞ് കട തകർന്നു. കനത്ത മഴയിൽ മലപ്പുറം കുഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു. എറണാകുളം, കാക്കനാട്, തേവക്കലിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 10 വീടുകൾ അപകടാവസ്ഥയിലാണ്. ഇടുക്കി, മൂന്നാറിൽ മണ്ണിടിഞ്ഞ് വഴിയോര കടകൾക്ക് മുകളിൽ പതിച്ചു.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പുടിനുമായി ഫോണിൽ സംസാരിച്ച മോദി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് മോദി ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ഫോൺ സംഭാഷണം. പുടിന് എല്ലാ പിന്തുണയും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ ദിവസം അലാസ്കയിൽ വെച്ച് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിൽ യുക്രൈൻ വിഷയത്തിൽ അന്തിമ ധാരണയിലെത്തിയിരുന്നില്ല. സമാധാന കരാർ യാഥാർത്ഥ്യമാക്കേണ്ടത് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. മലപ്പുറത്ത് കനത്ത കാറ്റിൽ സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്നു വീണു. കനത്ത കാറ്റിൽ മലപ്പുറത്ത് സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്നു വീണു. കോഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പറപ്പൂർ പഞ്ചായത്തിന് കീഴിലാണ് സ്കൂൾ ഉള്ളത്. കാലപ്പഴക്കമുള്ള ഇളകി നിൽക്കുന്ന ഷീറ്റുകൾ മാറ്റുവാൻ 2019 ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് PTA പരാതി. ഇന്നലെ രാവിലെ 11 മണിക്കുണ്ടായ കനത്ത കാറ്റിലാണ് മേൽക്കൂരയുടെ ചെറിയ ഭാഗം മുറ്റത്തേക്ക് അടർന്നു വീണത്. ഈ സമയത്ത് കുട്ടികൾ പരീക്ഷ എഴുതുവാൻ ക്ലാസ്സിൽ കയറിയതിനാൽ അപകടം ഒഴിവായി. സ്കൂൾ കെട്ടിടത്തിന്റെ 2 നിലയും കോൺക്രീറ്റ് ആണെങ്കിലും അതിന് മുകളിലുണ്ടായ ചോർച്ച തടയുവാനായാണ് ഷീറ്റുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഇത് ജീർണിച്ച അവസ്ഥയിലാണുള്ളതെന്നും എത്രയും വേഗം മാറ്റി സ്ഥാപിക്കണമെന്നും പറപ്പൂർ പഞ്ചായത്തിനോട് തുടർച്ചയായി ആവശ്യപ്പെട്ടുവെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ അടർന്നു വീണ ഷീറ്റിന്റെ മറ്റ് ഭാഗങ്ങൾ കൂടി നിലനിൽക്കുന്നതും ഭീഷണിയാണ്. അതേസമയം സ്കൂളുകളുടെ മേൽക്കൂരയായി ആസ്ബറ്റോസ് ഷീറ്റുകൾ സ്ഥാപിക്കരുതെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ചട്ടം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം അനാസ്ഥ ആവർത്തിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.